എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലക്ഷ്മി എസ് മേനോൻ. ക്ലാസിക്കൽ ഡാൻസ് ട്യൂട്ടോറിയലിൻ്റെ 49ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അലാരിപ്പ് പഠിച്ചു കഴിഞ്ഞു, അതുപോലെ ജതിസ്വരവും. ഈ രണ്ട് നൃത്ത ഇനങ്ങളും നൃത്തം എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ്. അത് ഞാൻ പാടിയും ചെയ്തും ഇട്ടിട്ടുണ്ട്. അത് എല്ലാവരും കൃത്യമായി തന്നെ പ്രാക്ടീസ് ചെയ്യും എന്ന വിശ്വാസത്തോടെ മൂന്നാമത്തെ നൃത്ത ഇനമായ, അതായത് ഭരതനാട്യ കച്ചേരിയിലെ മൂന്നാമത്തെ നൃത്ത ഇനമായ ശബ്ദം അഥവാ സപ്തം എന്ന നൃത്ത ഇനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇത് നൃത്യം എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നൃത്തം, നൃത്യം, നാട്യം എന്നീ വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചിട്ട്. ഇത് നൃത്യം എന്ന വിഭാഗത്തിൽപ്പെടുന്നു. നൃത്യം എന്നാൽ അടവുകൾക്കും അഭിനയത്തിനും തുല്യ പ്രാധാന്യമുള്ള ഒരു നൃത്ത ഇനമാണ് നൃത്യം. മുരുകൻ സപ്തം, അതുപോലെ കൃഷ്ണ സപ്തം, രാമ സപ്തം, അങ്ങനെ പല വിഭാഗത്തിൽ സപ്തങ്ങളുണ്ട്. സപ്തം അഥവാ ശബ്ദം. ഇതിന് സാഹിത്യമുണ്ട്. സാഹിത്യം ദൈവസ്തുതിപരമായതായിരിക്കും. ശൃംഗാരവും ഭക്തിയും ഒരുപോലെ കലർന്ന സാഹിത്യമായിരിക്കും ശബ്ദം എന്ന നൃത്ത ഇനത്തിലെ സാഹിത്യം. ഇത് രാഗമാലികയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 2 3 അതിലധികമോ രാഗങ്ങൾ ഇതിൻ്റെ ഓരോ സ്റ്റാൻസയിലും ഓരോ രാഗം എന്ന വിധത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഭാഗം കാംബോജി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മിശ്രചാപ്പ് താളത്തിലാണ് ചിട്ട ചെയ്തിരിക്കുന്നത്. അതായത് തക്കിട്ട തക്ക ധിമ്മി, തക്കിട്ട തക്ക ധിമ്മി ധിമ്മി. അതായത് 7 അക്ഷരകാലം. ത കി ട ത ക ധി മി. അങ്ങനെ 7 അക്ഷരകാലമാണ് മിശ്രചാപ്പ് താളത്തിൽ വരുന്നത്. ഞാൻ താളത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട്, താളത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മിതമായ അഭിനയവും ചാരുതയേറിയ അടവുകളും ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആദ്യം ജതിയും അതിനുശേഷം അഭിനയവും, അങ്ങനെ ഒരു രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കതിൻ്റെ ആ തുടക്കം ഒന്ന് നോക്കാം. അതായത് ഇരുകൈകളും അരക്കെട്ടിൽ വയ്ക്കുക. കണ്ണിളക്കുന്നത് നമുക്ക് ആദ്യം പഠിക്കാം. തക്കിട്ട തക്കധിം താം എന്നാണ് തുടങ്ങുന്നത്. വേണുഗാനനെ ശബ്ദം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ തുടക്കം കണ്ണിളക്കുന്നത് നമുക്കൊന്ന് നോക്കാം. താഴെ നിന്ന് നേരെ നോക്കുക, വലത്തോട്ട് നോക്കുക, ഇടത്തോട്ട് ഇളക്കുക. താം താം 4 പ്രാവശ്യമാണ് കണ്ണിളക്കേണ്ടത്. താം ആദ്യം നേരെ നോക്കിയിട്ട് വലത്തോട്ടും ഇടത്തോട്ടും ഇളക്കും. പിന്നീട് താഴെ നിന്ന് നേരെ നോക്കുക, ഇടത്തോട്ടും വലത്തോട്ടും ഇളക്കുക. അങ്ങനെ 2 വശങ്ങളിലേക്കുമായിട്ട് മൊത്തം 4 പ്രാവശ്യം കണ്ണിളക്കണം. ഇനി നമുക്കതൊന്ന് ചെയ്തു നോക്കാം. താം അതിനുശേഷം ഇരു കൈകളിലും തൃപ്പതാക മുദ്ര പിടിക്കുക. തള്ളം കുജം കാല്, വലത് കാല് മടക്കി മുന്നോട്ട് വയ്ക്കുക. തള്ളം കുജം, വലത് കാല് വച്ചു. അതിനുശേഷം ഇടത് കാല് വച്ച് അരമണ്ഡലത്തിൽ നിൽക്കുക. അതോടൊപ്പം തന്നെ കൈ നെഞ്ചിന് നേരേക്ക് വരിക. ഇവിടെ മലർത്തി പിടിക്കുക, ഇരുവശങ്ങളിലും മലർത്തി പിടിക്കുക. അതിനുശേഷം നെഞ്ചിന് നേരെ വരുമ്പോൾ കമഴ്ത്തി പിടിക്കുക. തളം കുജം കിടതക തരികിടജം
ഇരുകാലുകളും വിരിച്ച് മുട്ട് വിരിച്ച് അരമണ്ഡലത്തിൽ നിൽക്കുക. ഒന്നുകൂടി കാണിക്കാം. തളം കുജം കിടതകതരി കിടജം. കയ്യ് ഇങ്ങനെ വരിക. തളം കുജം കിടതകതരി കിടജം. തളം കുജം കിടതകതരി കിടജം. ആദ്യത്തതിൽ നമ്മൾ മുന്നോട്ട് വരുന്നു. അതിനുശേഷം അടുത്ത തളം കുജം കിടതകതരി കിടജം എന്നുള്ളതിന് കണ്ണ് രണ്ടു വശത്തേക്കും ഇളക്കുന്നു. ഓക്കെ. തളം കുജം കിടതകതരി കിടജം. തളം കുജം കിടതകതരി കിടജം. അതിനുശേഷം തത്തൈതാഹ അടവാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതിനി ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നില്ല. കാരണം തൊട്ട് മുമ്പത്തെ ഐറ്റങ്ങളിലെല്ലാം നമ്മളത് കൃത്യമായി പഠിച്ചതാണ്. അതുകൊണ്ട് ഞാനത് തത്തണ തം തണ്ണ തദ്ധേമി ധീമി തത്തോം തന കീണ തദ്ധേമി ധീമി കീട്ട. നമ്മൾ കഴിഞ്ഞ ജതിസ്വരത്തിൽ പുറകോട്ട് പോയതുപോലെ തന്നെ പുറകോട്ട് പോവുക. താ തെയ്യ തെയ്. 3 സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കുക. 3 സ്റ്റെപ്പ്. അതിനുശേഷം വലത് കാൽ ഫ്രണ്ടിലേക്ക് വെച്ച് കയറുക. താം സമത്തിൽ വരിക. ഒന്നുകൂടി കാണിക്കാം. താ തെയ്യ തെയ് താം. അതിനുശേഷം ഇരു കൈകളിലും തൃപ്പതാക മുദ്ര പിടിക്കുക. തദ്ധണ്ണ തത്തൈ താഹ. അങ്ങോട്ട് നീങ്ങിപ്പോണം. വലതുകാൽ വയ്ക്കുക. അതിനു മുമ്പിൽ ഇടതുകാൽ വയ്ക്കുക. കുതിക്കുക. വലതുകാൽ മാത്രം ചവിട്ടുക. അതിനുശേഷം ഇടത്തോട്ട് ഇടതുകാൽ നീട്ടി വയ്ക്കുക. വലതുകാൽ അതിനെ ക്രോസ് ചെയ്ത് ഫ്രണ്ടിൽ വയ്ക്കുക. അതിനുശേഷം കുതിക്കുക. ഇടതുകാൽ ചവിട്ടുക. ഇനിയുള്ളത് ഇപ്പോൾ നമ്മൾ 2 സൈഡിലേക്കും കളിച്ചു. ഇനിയുള്ളത് മുൻപോട്ടാണ്. വലതുകാൽ മുമ്പോട്ട് വയ്ക്കുക. ഇങ്ങനെ മുമ്പോട്ട് നീട്ടി വെച്ചു. അതിനുശേഷം ഇടതുകാൽ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ച് റൈറ്റിലേക്ക് തിരിഞ്ഞ് നിൽക്കുക. ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുക. കുതിക്കുക. വലതുകാൽ ചവിട്ടുക. അതിനുശേഷം ഇടതുകാൽ നീട്ടുക. വലതുകാൽ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വയ്ക്കുക. അപ്പോൾ ഇടത്ത് വശത്തേക്ക് തിരിഞ്ഞു. കുതിക്കുക. ഇടതുകാൽ ചവിട്ടുക. തദ്ധണ്ണ തം തണ്ണ. കൈ നമുക്കറിയാവുന്നതാണ്. തദ്ധണ്ണ തത്തൈതാഹയുടെ അതേ കൈ തന്നെയാണ്. തദ്ധണ്ണ തം തണ്ണ തദ്ധീമി ധീമി. മുന്നോട്ട് വരുമ്പോൾ വലത് കൈ നീട്ടിപ്പിടിക്കുക. ഇടത് കൈ ഇങ്ങനെ കറക്കിയെടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. നമ്മൾ റൈറ്റിലേക്ക് തിരിയുമ്പോൾ ഇടത് കൈ ഇങ്ങനെ കറക്കിയെടുത്ത് റൈറ്റിലേക്ക് തിരിയുക. അതിനുശേഷം ഒന്ന് പതുക്കെ വലിക്കുക. ചവിട്ടുമ്പോൾ ഈ കൈ കമഴും. വലത് കൈ മലർന്നു വരും. അതിനുശേഷം ഇടത്തോട്ട് തിരിയുമ്പോൾ ഇടതുകാൽ നീട്ടി വയ്ക്കുമ്പോൾ ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ച് ഈ സെയിം കൈ തന്നെ നീട്ടിപ്പിടിച്ച് വലത് കൈ ഇങ്ങനെ കറക്കിയെടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ ഇടത്തോട്ട് ചരിഞ്ഞ് നിൽക്കും. പതുക്കെ ഒന്ന് പുള്ളി ചെയ്യുക. കറക്റ്റ് സ്ഥലത്തേക്ക് വരിക. നമുക്ക് കൈയും കാലും ഒന്നിച്ചൊന്ന് നോക്കാം. അരമണ്ഡലത്തിൽ നിൽക്കുക. തദ്ധണ്ണ തം തണ്ണ തദ്ധീമി തിന്ധിമി തത്തോം തന കീണ തദ്ധീമി ധീമി കീട്ട. തദ്ധണ്ണ തം തണ്ണ തദ്ധീമി തിന്ധിമി തത്തോം തന കീണ തദ്ധീമി ധീമി കീട്ട. അതിനുശേഷം നേരത്തെ പോയതുപോലെ തന്നെ താ തെയ്യ തെയ്. പുറകോട്ട് 3 പ്രാവശ്യം 3 സ്റ്റെപ്പ് പുറകോട്ട് വെച്ച് പോവുക. വലതുകാൽ ഫ്രണ്ടിലേക്ക് വെച്ച് മുന്നോട്ട് കയറുക. താം. ഇരുവശങ്ങളിലേക്കും കണ്ണളക്കുക.
താം. അതിനുശേഷം നമ്മൾ തീർമാന അടവ് പഠിച്ചിരുന്നു. തെയ് തെയ് ദിത്തിത്തെ, ധിത്തൈ തെയ് തെയ് ധിത്തിത്തെ, ധിത്തൈ തെയ് തെയ് ദിത്തിത്തെ. തള്ളം കുജം കിടതക തരികിടജം. വലത്തോട്ട് അല്പം ഈ വശത്തേക്ക് ചരിഞ്ഞ് നിൽക്കുക. ഇടത്ത് കോർണറിലേക്ക് ചരിഞ്ഞ് നിൽക്കുക. തള്ളം കുജം കിടതക തരികിടജം. ഒരെണ്ണം അങ്ങനെ കളിക്കുക. രണ്ടാമത്തെ തളംകുജം നമ്മൾ ആദ്യം ഫസ്റ്റ് കളിച്ചതുപോലെ തള്ളം കുജം കിടതക തരികിടജം. നമുക്ക് ഇതുവരെ ചേർത്തൊന്ന് നോക്കാം. തളംകുജം കിടതക തരികിടജം, തളംകുജം കിടതക തരികിടജം. തത്തണ തം തണ തത്തിമി ദിന്ദിമി തത്തോം തന കിണ തദ്ധിമി ധിമി കിടതാതേയ തേ. തത്താം തത്തണ തം തണ തദ്ധിമി ദിന്ദിമി തത്തോം തന കിണ തദ്ധിമി ധിമി കിടതാതേയ തേ. താം തളംകുജം കിടതക തരികിടജം, തളംകുജം കിടതക തരികിട. ശബ്ദം പഠിപ്പിച്ച അത്രയും വരെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്ത ഭാഗം ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നന്ദി.